ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ ബഹുമാന്യ സലാഹി സാഹിബ് പറയുന്നത് 40 ഉദാഹരണങ്ങൾ കൊണ്ടുവന്നു ഖാത്തമിനെ പറ്റി. അത് ശ്രേഷ്ഠത എന്ന അർത്ഥം കാണിക്കാനായി. എന്നാൽ ഈ 40ഉം അവർക്ക് തിരിച്ചടിക്കുകയാണ് ചെയ്തത്. കാരണം ഇതിലൊന്നും തന്നെ ഈ പറയുന്നവരാരും തന്നെ എക്കാലത്തേക്കും ശ്രേഷ്ഠ ആയിരുന്നില്ല. ഇതാണ് അദ്ദേഹം പറയുന്നത്. ഈ പറയുന്നവരൊക്കെ എക്കാലത്തേക്കും ശ്രേഷ്ഠരാണ് എന്നുള്ള വാദം നമുക്കില്ലല്ലോ. താങ്കളുടെ വാദപ്രകാരം ഖാത്തം എന്നതിന് കാലം കൊണ്ട് അവസാനത്തെ എന്നർത്ഥം വേണം. അത് ഈ 40 അതിലും കാണുന്നില്ല. ഈ 40ഉം ഖാത്തം എന്ന പ്രയോഗം അറബി ഭാഷയിൽ വന്നതിനുള്ള ഉദാഹരണമാണ്. അതിൽ താങ്കളുടെ വാദം കാണുന്നുമില്ല. പിന്നെ എനിക്ക് വാദമില്ല. ഇവരുടെ ദൃഷ്ടിയിൽ ഇവർ പറഞ്ഞത് തന്നെയാണ് പിന്നെ സത്യം എന്നുള്ള വാദം നമുക്കുമില്ല. കാരണം എന്താണ്? ഇവിടെ ആരും തന്നെ കാലം കൊണ്ട് അവസാനത്തെ വ്യക്തിയായിരുന്നു അവർ പറഞ്ഞവരൊക്കെ എന്നുള്ള വാദം അവർക്കുമില്ല, നമുക്കുമില്ല, എനിക്കും നിങ്ങൾക്കൊക്കെ അറിയാം. അവർ പിന്നെ അത് പറയാൻ കാരണം അവരുടെ കാലത്ത് അവരുടെ വീക്ഷണത്തിൽ ഖാത്തമിൻ്റെ പദവി നൽകാനായി അവർ തിരഞ്ഞെടുത്ത ആളുകൾ അവരായിരുന്നു, അത്രമാത്രം. എന്നാൽ എല്ലാം അറിയുന്നവനും തെറ്റുപറ്റാത്തവനുമായ അള്ളാഹു നുബുവത്തിൻ്റെ കാര്യത്തിൽ പട്ടം ചാർത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് തിരഞ്ഞെടുത്തത്, ഇത്രമാത്രം. അല്ലാതെ ഇതിൽ വേറെ പറയാനുള്ള കാര്യമൊന്നുമില്ല. ബാക്കി ശ്രോതാക്കൾക്ക് വിട്ടുകൊടുക്കാം. ഇനി താങ്കൾ ഇതിൽ പറഞ്ഞ ഒരു പോയിന്റ്, കാരണം അതിലൊരു ഉദാഹരണം കൊണ്ടുവന്നു. അബ്ബാസ് റളിയല്ലാഹുവിനെ കുറിച്ച് ഖാത്തമുൽ മുഹാജിരീൻ എന്ന ഉദാഹരണം കൊണ്ടുവന്നു. അത് അദ്ദേഹം കൊണ്ടുവന്ന് നന്നായി അത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് താങ്കൾ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അതിനുള്ള മറുപടി ഇവിടെ പറയാം. അതും കൂടെ വളരെ അത്യാവശ്യമാണ്. ആ ഹദീസ് അബ്ബാസ് റളിയല്ലാഹുവിനെ കുറിച്ച് റസൂൽ തിരുമേനി പറയുകയാണ്, അദ്ദേഹം ഖാത്തമുൽ മുഹാജിരീൻ ആണ്. ഏതുപോലെ റസൂൽ തിരുമേനി ഖാത്തമുൻ നബീനാണോ അതുപോലെയെന്ന്. അത് ശരിയാണ്. ഇവിടെ ഖാത്തമാണ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവസാനത്തെ, എല്ലാം കൊണ്ടും അവസാനത്തെ, ഇതിന് ശേഷം ഒരാൾക്കും ഹിജ്റത്ത് ചെയ്ത് വരാൻ പറ്റില്ല എന്ന വാദമാണ് ഹസൻ സലാഹി സാഹിബ് സമർപ്പിക്കുന്നത്. അതിനുവേണ്ടി തെളിവ് അദ്ദേഹം പറഞ്ഞത് മക്കയിൽ നിന്ന് മദീനയ്ക്ക് പോയ സഹാബാക്കൾ അദ്ദേഹമായിരുന്നു അവസാനത്തെ മുഹാജിർ, അതിനുശേഷം ഹിജ്റത്ത് ഉണ്ടായിട്ടില്ല എന്ന്. അപ്പോൾ ഈ മക്കയിൽ നിന്ന് മദീനക്ക് പോയ കൂട്ടരിൽ അവസാനത്തെ എന്നെങ്കിൽ പറഞ്ഞാൽ മാത്രമേ താങ്കൾ പറയുന്നത് ശരിയാവുകയുള്ളൂ. പക്ഷെ ഖുറാനും ഹദീസും നമുക്ക് എന്നേക്കുമായി ഹിജ്റത്ത് അവസാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. ഖുറാനിൽ അല്ലാഹു സൂറ നിസായിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അലം തക്കുൻ അർദുല്ലാഹി വാസിഅതൻ ഫതുഹാജിറു ഫീഹ. വല്ല മുശ്രിക്കുകളുടെ അതിൽ പെട്ടുപോയാൽ അവിടുന്ന് ഹിജ്റത്ത് ചെയ്യാതെ അവിടെ നിൽക്കാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഭൂമി ഒരുപാട് വിശാലമാക്കിയിട്ടില്ല, എന്തുകൊണ്ട് ഹിജ്റത്ത് പോയിട്ടില്ല എന്ന് അള്ളാഹ് ചോദിക്കും. അതിലുപരിയായി റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറഞ്ഞ ഹദീസ് ഉണ്ട്. അബൂദാവൂദിന്റെ ഹദീസാണ്, കിതാബുൽ ജിഹാദിൽ, ലാ തൻഖതിഉൽ ഹിജ്റത്തു ഹത്താ തൻഖതിഅത് തൗബത്തു. ഹിജ്റത്ത് ഒരിക്കലും നിലച്ചു പോവുകയില്ല ഏതുവരെ തൗബ നിലച്ചു പോകുന്നില്ലയോ അതുപോലെ. വലാ തൻഖതിഉ തൗബത്തു ഹത്താ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് വരെ ഒരിക്കലും തൗബ നിലച്ചു പോവുകയില്ല എന്ന്. അപ്പോൾ തൗബയുടെ വാതിൽ എപ്രകാരം തുറന്നിട്ടുണ്ടോ അവസാന കാലം വരെ, അതുപോലെ തന്നെ ഹിജ്റത്തിൻ്റെ വാതിലും തുറന്നിട്ടുണ്ട്. ഹിജ്റത്ത് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഹിജ്റത്ത് നടന്നുകൊണ്ടിരുന്നാൽ മുഹാജിറുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞ ഹിജ്റത്ത് മക്കയിൽ നിന്ന് മദീനയ്ക്ക് ഉള്ളത് മാത്രമാണ്. അതുപോലെ തന്നെ ഞങ്ങളും പറയുന്നത് പുതിയൊരു പാഠം കൊണ്ടും കിതാബ് കൊണ്ടും ശരീഅത്ത് കൊണ്ടും പുതിയ ഉമ്മത്തുമായി ഒരു നബിയും റസൂൽ തിരുമേനിക്ക് ശേഷം വരില്ല. അതെല്ലാം കൊണ്ടുവന്ന അവസാനത്തെ നബി ആയിരുന്നു. അത് യാതൊരുവിധ തർക്കവും നമ്മളിലില്ല. ഒരു കാര്യം വ്യക്തമായി മനസ്സിലായിട്ടും പിന്നെ അത് വേറെ രൂപത്തിൽ അവതരിപ്പിക്കുക എന്നതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരു പ്രവാചകൻ ഒരു സ്ഥലത്ത് സുജൂദ് ചെയ്തു എന്നാൽ പ്രാർത്ഥിച്ചു, അവിടെ നിസ്കരിച്ചു. ആ സ്ഥലം അറബി ഭാഷയിൽ സജദ ചെയ്ത സ്ഥലത്തിന് മസ്ജിദ് എന്ന് പറയും. അത് റസൂൽ തിരുമേനിയെ കുറിച്ച് പറഞ്ഞു, ജുഇലത്ത് ലിയൽ അർദു മസ്ജിദ എന്നാണ്. ഭൂമിയിൽ മൊത്തം മസ്ജിദ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ട് മൊത്തം ഭൂമി അള്ളാഹു മസ്ജിദാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അവിടെ ഇവിടെയും സുജൂദ് കൊണ്ട് അവരുടെ പള്ളി ഇവരുടെ പള്ളി എന്നുള്ള ആ ഒരു കളിയാക്കുന്ന രൂപത്തിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. മസ്ജിദ് ഈലിയ ബൈത്തുൽ മുഖ്ദിസിലെ പള്ളിക്ക് പറയും, മസ്ജിദ് ബൈത്തുൽ മുഖ്ദിസ് എന്ന് പറയും. അതുപോലെ റസൂലുള്ളാഹിന്റെ കാലത്ത് അതിന് മുമ്പ് തന്നെ മസ്ജിദ് എന്ന പദം ഉപയോഗിക്കാറുണ്ടായിരുന്നു. വലൗലാ ദഫഉല്ലാഹി الناس بعضهم لبعض ലഹുദ്ദിമത് സവാമിഉ വബിയഉൻ വസലവാത്തുൻ വമസാജിദ് യുദ്കറു ഫീഹാ ഇസ്മുല്ലാഹ്. അവിടെ മസാജിദു എന്ന പദം മുമ്പേ ഉപയോഗിക്കാറുണ്ടായിരുന്നു.
അതുപോലെ പിന്നെ സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറക്കന. മസ്ജിദുൽ അഖ്സ എന്ന പേരിൽ പള്ളി ഉണ്ടായിരുന്നതുകൊണ്ടാണല്ലോ ആ പേര് പറഞ്ഞത്. അത് മുസ്ലിങ്ങൾക്ക് മുമ്പും ആ പേര് ഉപയോഗിച്ചിരുന്നു എന്നർത്ഥം. അതൊക്കെ മറ്റുള്ള നബിമാരുടെ സുജൂദ് ചെയ്ത സ്ഥലങ്ങളായിരുന്നു, അവർ പ്രാർത്ഥിച്ച സ്ഥലങ്ങളായിരുന്നു. പിന്നെ ഇവിടെ പറഞ്ഞത് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി ഖാത്തമു മസാജിദിൽ അംബിയ എന്നതാണ് വിഷയം. അതുകൂടാതെ ഒരു ഹദീസ് വേറെയുണ്ട്, ഫൈനി ആഖിറുൽ അംബിയ വഇന്ന മസ്ജിദി ആഖിറുൽ മസാജിദ്. മുസ്ലിമിന്റെ റിവായത്താണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ നബിമാരുടെ ആഖിറാകുന്നു, എൻ്റെ പള്ളി പള്ളികളുടെ ആഖിറാകുന്നു, അവസാനത്തെ പള്ളി എന്ന്. അപ്പം അവിടെ റസൂൽ ആഖിർ എന്നപ്പോൾ അത് ഉപയോഗിച്ചിട്ട് കൂടി നമ്മൾ പള്ളികൾ കാണുന്നു, അതാണ് ചോദ്യം. ഇപ്പോൾ റസൂലുള്ളാഹിന്റെ കാലത്ത് മസ്ജിദ് നബവി ഉണ്ടാക്കിയതിന് ശേഷം 705 AD പലസ്തീനിൽ മസ്ജിദ് അഖ്സ മുസ്ലിങ്ങളാക്കിയിട്ടുണ്ടാക്കി. യമനിൽ സനായിൽ റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ പള്ളി ഉണ്ടാക്കിയപ്പെട്ടതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തൂണിസിൽ 670 ഉഖ്ബ ബിൻ നാഫിയ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെയും പള്ളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ പള്ളിയൊക്കെ റസൂലുള്ളാഹിന്റെ പള്ളികൾ തന്നെയാണ്, റസൂൽ തിരുമേനിന്റെ പള്ളിയുടെ ശാഖകളാണ്, ളില്ലുകളാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ ഉണ്ടാക്കി വരുന്ന പള്ളികളാണ്. അപ്പോൾ റസൂൽ തിരുമേനി ഖാത്തമു മസാജിദ് അംബിയ എന്ന് പറഞ്ഞാലും ആഖിറുൽ മസാജിദ് എന്ന് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം സ്ഥാനം കൊണ്ടും മഹത്വം കൊണ്ടുമാണ് എന്ന് ഏത് കുട്ടിക്കും മനസ്സിലാക്കാം. അപ്പോൾ ഇന്നുണ്ടാക്കുന്ന പള്ളികളൊക്കെ നമുക്ക് പള്ളികളായി കാണാൻ പറ്റില്ലേ? പള്ളികൾ ഉണ്ടാക്കാൻ പാടില്ലായിരുന്നോ? അങ്ങനെ റസൂൽ തിരുമേനി മുടക്കുമായിരുന്നില്ലേ? ഖുലഫാ റാഷിദീങ്ങൾ മുടക്കുമായിരുന്നില്ലേ? അപ്പോൾ ഏതർത്ഥത്തിലാണോ മുസ്ലിങ്ങളുടെ പള്ളി ഉണ്ടാവുന്നത് അതുപോലെ തന്നെയാണ് നുബുവത്തും. ഏതൊരു അർത്ഥം കൊണ്ടാണ് നുബുവത്ത് അവസാനിച്ചിരിക്കുന്നത്? ശരീഅത്ത് കൊണ്ടും പൂർണ്ണത കൊണ്ടും മഹത്വം കൊണ്ടും. അതുപോലെ ആ റസൂലുള്ളാഹിന്റെ പള്ളി പൂർണ്ണത കൊണ്ടും മഹത്വം കൊണ്ടും അവസാനിച്ചിരിക്കുന്നു. ഏറ്റവും അവസാനത്തെ പള്ളി ആ നിലക്കാണെന്ന് പറഞ്ഞാൽ അതിൽ കുഴപ്പമില്ല, അതാണ് റസൂൽ തിരുമേനി ഉദ്ദേശിച്ചതും, അല്ലാതെ ഇനി പള്ളി ഉണ്ടാവില്ല എന്നല്ല. നമ്മുടെ ബഹുമാന സലാഹി സാഹിബ് പറയുന്നത്, ഇതും പറഞ്ഞത്, പിന്നെ ബനി മഗ്ദൂബി അലൈഹിം എന്നുള്ളത് എങ്ങനെയാണ് അവർ മഗ്ദൂബി അലൈഹിം ആയിത്തീർന്നത്? നബിമാരിൽ വിശ്വസിക്കാത്ത കാരണത്താലാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതല്ല കാരണം, മറ്റുള്ള വേറെയാണ് കാരണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആയത്തുകളും കാര്യങ്ങളും അത് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ആ കാരണങ്ങളുടെ അവസാനം എന്താണ് അല്ലാഹ് പറയുന്നത്? വലൗ അന്ന അഹ്ലൽ കിതാബി ആമനു വത്തഖൗ ലകഫർനാ അൻഹും സയ്യിആതിഹിം. താങ്കൾ തന്നെ ആയത്ത് ഓതി, വലൗ അന്നഹും അഖാമുത് തൗറാത്ത വൽ ഇൻജീൽ വമാ ഉൻസില ഇലൈഹിം മിൻ റബ്ബിഹിം. സൂറ മാഇദയിൽ 66-67 താങ്കൾ തന്നെ വായിച്ചു. അപ്പം ഈ അസുഖം, ഈ കാരണങ്ങൾ ഉള്ളപ്പോൾ അതിനുള്ള പ്രതിവിധി എന്നോണം അള്ളാഹു അവരിലേക്ക് ഗ്രന്ഥം അയച്ചു, പ്രവാചകരെ അയച്ചു, അവർ നിരസിച്ചു. അവർ വിശ്വസിക്കുമായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു എന്നാണ് അള്ളാഹ് ആയത്തിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ ഉലക്കയും പാന്തും കുടിച്ചേർക്കില്ല എന്നൊക്കെ പറഞ്ഞ് താങ്കൾ ഉദാഹരണം പറയുന്നുണ്ട്. ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളല്ല. ഏതോ ആയത്തിൽ താങ്കൾ ഓതി പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി, അതിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. പിന്നെ ഖുർആനിൽ ഒരു തവണ മാത്രമല്ല, ബാഉ ബി ഖദബിൻ അലാ ഖദബ് എന്ന് പറഞ്ഞിട്ട് കോപത്തിന്മേൽ കോപത്തിലായി തീർന്നു എന്ന് പറയുന്നുണ്ട്. അതെപ്പോഴാണ് പറഞ്ഞത്? അതല്ല പറഞ്ഞ ആയത്തൊന്ന് വായിച്ചു നോക്കുക. ബിഅസമശ്തറൂ ബിഹി അൻഫുസഹും അൻ യക്ഫുറൂ ബിമാ അൻസലല്ലാഹു ബഗിയൻ അൻ യുനസ്സിലല്ലാഹു മിൻ ഫദ്ലിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി ഫബാഉ ബിഗദബിൻ അലാ ഗദബ്. സൂറ അൽ ബഖറയിലെ 91-ാമത്തെ ആയത്തിൽ അവർ എന്തിനു പകരം തങ്ങളുടെ ആത്മാക്കളെ വിറ്റുവോ, അത് വളരെ നീചമാണ്. അതായത് അള്ളാഹു അവൻ്റെ ദാസന്മാരിൽ അവൻ ഇച്ഛിക്കുന്നവർക്ക് തൻ്റെ അനുഗ്രഹം ഇറക്കുന്നതിനെ കുറിച്ചുള്ള അസൂയ നിമിത്തം അവൻ അവതരിപ്പിച്ചതിൽ അവിശ്വസിക്കുക എന്നത് കാരണത്താൽ അവർ മേൽക്കുമേൽ കോപത്തിന് പാത്രമായിരിക്കുന്നു എന്ന് അള്ളാഹ് പറയുന്നു. അപ്പം അള്ളാഹ് ചില ആളുകൾ തെരഞ്ഞെടുത്ത് നബിമാരാക്കി, അതൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അസൂയാലുക്കളായി, അവരൊന്നും വിശ്വസിച്ചിട്ടില്ല എന്ന് അള്ളാഹ് എടുത്ത് പറയുന്നു. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞാൽ പോരല്ലെങ്കിൽ താങ്കൾക്ക് മുഫസ്സിർമാർ പറഞ്ഞു നോക്കാം, ഖുർത്തുബിയിൽ പോയി നോക്കാം തഫ്സീർ. അവിടെ ബാഉ ബി ഖദബിൻ അലാ ഖദബ് എഴുതിയിട്ടുണ്ട്. വഹുവ ഇഖാബുഹു അൽ ഖദബുൽ അവ്വൽ ലിഇബാദത്തിഹിം അൽ ഇജ്ൽ. ഒന്നാമത്തെ ഖദബ് അവർ പശുക്കുട്ടി ആരാധിച്ച കാരണത്താൽ. വസ്സാനി ലികുഫ്രിഹിം ബി മുഹമ്മദ്. രണ്ടാമത്തെ ഖദബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കാത്ത കാരണത്താൽ. ഇത് ഇബ്നു അബ്ബാസ് പറഞ്ഞതാണ്. അതുപോലെ ഇക്രിമ പറഞ്ഞു, വഖാല ഇക്രിമ എന്താ പറയുന്നത്? ലിഅന്നഹും കഫറു ബി ഈസ സുമ്മ കഫറു ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാനി അൽ യഹൂദ്. യഹൂദികൾ ഈസാ നബിയിൽ ആദ്യം അവിശ്വസിച്ചു, കുഫർ ചെയ്തു, പിന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിശ്വസിച്ചു. അങ്ങനെയാണ് അവർ ഖദബിന് പാത്രമായത് എന്ന്.
അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ വാക്കുകളായിരുന്നില്ല, എൻ്റെ വാക്കുകളാണെന്ന് വിചാരിച്ച് താങ്കൾ തള്ളിക്കളയേണ്ട, അപ്പുറം നോക്കിയിട്ട് തള്ളിക്കളഞ്ഞാൽ മതി. ഇനി ചർച്ചയുടെ അവസാനത്തെ രണ്ടായത്തുകളിലേക്ക് വരാം. ഒമൻ യുതിഇ അല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം എന്നുള്ളതും അതിനുശേഷം സൂറത്തുൽ ജുമുഅയിലെ ആയത്തും. ഇവിടെ മാ എന്ന പ്രയോഗത്തെക്കുറിച്ച് ഇദ്ദേഹം സംസാരിക്കുകയുണ്ടായി. മാ കൊണ്ട് കൂടെയാണ് അർത്ഥം, മരിച്ചെന്നാൽ കിട്ടുന്ന സവാബും പ്രതിഫലമൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന്. മാ എന്നതിന് വാക്കിനർത്ഥം കൂടെ, പക്ഷെ മാ ഉപയോഗിക്കുന്ന പല ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ അള്ളാഹു മാന എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മുടെ കൂടെയാണ്. ഇപ്പം മാഹു ഇഷ്റൂന ദീനാറൻ, അവൻ്റെ അടുത്ത് 20 ദീനാറുണ്ട് എന്ന് പറയാൻ മാഹു എന്ന് പറയും. എന്നാൽ ഏതെങ്കിലും ഒരു പദവിയിലുള്ളവരുടെ കൂടെ ചേരാൻ പറയുമ്പോൾ ആ പദവിയിൽ എത്തിച്ചേരാൻ, ആ പദവി സ്വീകരിച്ചല്ലാതെ അത് ചെയ്യാൻ സാധിക്കില്ല. ഇത് ഖുർആൻ കൊണ്ട് വ്യക്തമാണ്. ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ ഖുർആനിലുണ്ട്. ഏത് ഉദാഹരണം എടുത്ത് നോക്കിയാലും, ഇതുപോലെ ഉദാഹരണം എടുത്ത് നോക്കിയാൽ ഇതേ കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. കൂനു മാ സാദിഖീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യവാന്മാരുടെ കൂടെ ആവുക. അതായത് കള്ളം പറഞ്ഞുകൊണ്ട് സത്യവാന്മാരുടെ കൂടെ പോയിരുന്നാൽ മതിയോ? അല്ല, സത്യവാനാവണം. ലാ തക്കൂനു മഅൽ കാദിബീൻ, കാദിബീൻ്റെ കൂടെ, കള്ളന്മാരുടെ കൂടെ, കള്ളം പറയുന്നവരുടെ കൂടെ ആവരുത് എന്ന്. അതായത് കള്ളം പറയരുത് എന്ന്. വർക്കഉ മഅർ റാക്കിഈൻ, റുക്കൂ ചെയ്യുന്നവർ റുക്കൂ ചെയ്യുക. അത് റുക്കൂ ചെയ്തെങ്കിലേ റാക്കി ആവുള്ളൂ. റുക്കൂ ചെയ്യാതെ വെറുതെ അവിടെ പോയി നിന്നുകൊണ്ട് റാക്കി ആവില്ല. തവഫന മഅൽ അബ്റാർ, ഇങ്ങനെ ഏത് ഉദാഹരണം എടുത്ത് നോക്കാനും നമുക്ക് ഈ കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇത് വ്യക്തമാക്കാനാണ് ഞാൻ ഈ ഒമൻ യുതിഇ അല്ലാഹ വറസൂല എന്ന ആയത്തിന് ശേഷം അതേ സൂറത്തിൽ നിന്നുള്ള 147 ആയത്ത് ഞാൻ ഉദാഹരണമായി പറഞ്ഞത്. ഇല്ലല്ലദീന താബു വഅസ്ലഹു വഅതസമു ബില്ലാഹി വഅഖ്ലസു ദീനഹും ലില്ലാഹ് ഫഉലൈക മഅൽ മുഅ്മിനീൻ വസൗഫ യുഅ്തില്ലാഹുൽ മുഅ്മിനീന അജ്റൻ അദീമ. ആരാണോ പശ്ചാത്തപിക്കുകയും സ്വയം തിരുത്തി നന്നാക്കുകയും അള്ളാഹിൻ്റെ കൈ മുറുകെ പിടിക്കുകയും ചെയ്യുന്നുവോ, അല്ല അള്ളാഹുവിനെ മുറുകെ പിടിക്കുകയും ചെയ്യുന്നുവോ, അതുപോലെ അനുസരണത്തിൽ ആത്മാർത്ഥ കാണിക്കുകയും ചെയ്യുന്നുവോ, അവർ സത്യവിശ്വാസികളോടൊപ്പമാകുന്നു. ഉലൈക മഅൽ മുഅ്മിനീൻ എന്നിട്ട് പറയുന്നു സൗഫ യുഅ്തില്ലാഹുൽ മുഅ്മിനീന അജ്റൻ അദീമ, സത്യവിശ്വാസികൾക്ക് അള്ളാഹു മഹത്തായ പ്രതിഫലം നൽകുന്നതാണ്. അപ്പോൾ അവർ മുഅ്മിനീങ്ങളുടെ കൂടെ ആയിരിക്കും. പിന്നെ അവർക്ക് പ്രതിഫലം കിട്ടൂല, എന്നാൽ പിന്നെ മുഅ്മിനീങ്ങൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്നൊരർത്ഥം ഇവിടുന്ന് കിട്ടില്ലല്ലോ. മഅൽ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവരും മുഅ്മിനായി തീരും, പിന്നെ അവർ ഉൾപ്പെടുന്ന മുഅ്മിനീങ്ങൾക്കൊക്കെയാണ് അള്ളാഹു അജ്ർ കൊടുക്കുന്നത്. വ്യക്തമാണ്. അപ്പം നബിമാർക്ക് കിട്ടുന്ന അജ്ർ നബി അല്ലാത്തവർക്ക് കിട്ടുമോ? ഒരു ചോദ്യമാണ്. നബിമാർക്ക് കിട്ടുന്ന അജ്ർ, യഥാർത്ഥ പ്രതിഫലം അവരുടെ കൂടെ വേറെ ആർക്കെങ്കിലും കിട്ടുമോ? തീർച്ചയായും കിട്ടില്ല. നബി തന്നെ ആയിരിക്കും. ഇക്കാര്യം വ്യക്തമാണ്. ഇത് ഞാൻ വിശദീകരിച്ച് പറയാം. ഇപ്പം നമ്മൾ നബിമാരെ പരിചയപ്പെട്ടത് എങ്ങനെയാണ്? മരിച്ചു പോയതിനു ശേഷം അവർക്കെന്ത് സംഭവിച്ചു നമുക്കറിയില്ലല്ലോ. നമുക്ക് ദുനിയാവിൽ നിന്ന് തന്നെ അവർ നബിമാരാണെന്ന് വ്യക്തമാക്കി അള്ളാഹു പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇബ്രാഹിം നബി ആയിരുന്നു, മൂസ, ഈസ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സുലൈമാൻ, ദാവൂദ് അലൈഹിമുസ്സലാം, ഇവരൊക്കെ നബിമാരായിരുന്നു. അവർ മരിച്ചു പോകുന്നതിന് മുമ്പേ അറിയാം അവർ നബിമാരായിരുന്നു എന്ന്. ജീവിച്ചിരിക്കെ തന്നെ അവർ ആ സ്ഥാനം കരസ്ഥമാക്കിയവരായിരുന്നു. അതുപോലെ സുദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ജീവിച്ചിരിക്കെ നമുക്കറിയാമായിരുന്നു അദ്ദേഹം സിദ്ദീഖാണെന്നുള്ളത്. മറിയം സിദ്ദീഖ, ബനി ഇസ്രായേൽ, ഈസാ നബിയുടെ ഉമ്മ സിദ്ദീഖയായിരുന്നു, അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സാലിഹീങ്ങൾ ഈ ഉമ്മത്തിൽ, അവർ സാലിഹീങ്ങളെന്ന് നമുക്കറിയാം. അത് മരിച്ചു പോയതിന് മുമ്പ് തന്നെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ആ പദവി കൈക്കൊണ്ടായിരിക്കും അവർ മരിക്കുന്നത്. ഈ ദുനിയാവെന്ന ആ പദവിയിൽ ജീവിച്ച് അവർ മരണം വരാതെ സംരക്ഷിച്ചു പോകുമ്പോൾ അള്ളാഹു മരിച്ചതിന് ശേഷം അവർക്ക് അവരവരുടെ പദവിയിലുള്ളവരുമായി ഒന്നിക്കാനുള്ള അവസരം നൽകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ദുനിയാവിൽ അവർക്ക് ആ പദവി ലഭിച്ചെങ്കിലേ അവർക്ക് മറുലോകത്തും ആ പദവിയുള്ളവരുമായി ഒന്നിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം പരലോകത്ത് കിട്ടുന്ന പദവി ഓരോരുത്തർക്കും വ്യക്തിഗത പദവി ഉണ്ടെന്ന് റസൂൽ തിരുമേനി വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് മിഅ്റാജിന്റെ ഹദീസിൽ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല ആകാശങ്ങളിലൂടെ സഞ്ചരിക്കുന്നതായി കാണാം. അപ്പോൾ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകാൻ പറ്റിയതും ഇതര പ്രവാചകന്മാർക്ക് പോകാൻ പറ്റാത്തതുമായ പല മനാസിലുകൾ ഉണ്ടായിരുന്നു അവിടെ. ഇന്ന നബി ഇന്ന ആകാശത്ത്, ഇന്ന നബി ഇന്ന ആകാശത്ത്, അടുത്ത നബി ഇന്ന ആകാശത്ത് എന്നുള്ളത്. അപ്പോൾ ആ കാറ്റഗറിയിൽ എത്തുമ്പോഴാണ് അവർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈസാ നബി, യഹ്യാ നബി ഒന്നിച്ചായിരുന്നു. അപ്പം അതുപോലെ ആ പദവിയിൽ എത്തുമ്പോൾ പദവിയിലൊരു പദവിയും കൂടെ ഉണ്ട്. സുത്തിമേനി പറഞ്ഞിട്ടുണ്ട് 100 പദവികളൊക്കെ ഉണ്ട് എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്, ദറജാത്തുകൾ. പിന്നെ ഒരു ഹദീസ് റസൂൽ തിരുമേനി പറയാണ്,
സലുല്ലാഹ ലിയൽ വസീല, എനിക്ക് വേണ്ടി നിങ്ങൾ വസീല ആവശ്യപ്പെടുവിൻ അള്ളാഹുവിനോട്. ഖാലു യാ റസൂൽ അല്ലാഹ് വമൽ വസീല, അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു വസീല എന്താണ് എന്ന് ചോദിച്ചു. ഖാല അഅ്ലാ ദറജത്തിൻ ഫിൽ ജന്ന ലാ യനാലുഹ ഇല്ലാ റജുലുൻ വാഹിദുൻ അർജു അൻ അകൂന അന ഹുവ. അത് സ്വർഗത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ദറജയാണ്, ബഹുമതിയാണ്. ഇത് ഞാനല്ലാതെ ഒരാൾക്കല്ലാതെ വേറെ ആർക്കും അത് കിട്ടില്ല എന്ന്. അപ്പോൾ നോക്കുക, അപ്പോൾ റസൂൽ തിരുമേനിയുള്ള സ്ഥലത്ത് വേറെ ആർക്കും പോകാൻ പറ്റില്ല, എത്തിപ്പെടാൻ കഴിയില്ല ആ ദറജ സ്വീകരിക്കാതെ. അത് വേറെ ആർക്കും കിട്ടുകയില്ല. ഇനി റസൂൽ തിരുമേൻ്റെ വേറെ ഹദീസുകളുണ്ട്, ദുർറ മൻസൂറിലൊക്കെ വന്ന പല ഹദീസുകളുണ്ട്. ആദിനെ കുറിച്ച് പറയാൻ കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദുനുൻ ദാറുഹു, ആദൻ എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ വീടാണ്. യാനി ദാറുല്ലാ അല്ലത്തി ലം തറഹ ഐനുൻ വലം തഖ്തുർ അലാ ഖൽബി ബശർ വഹിയ മസ്കനുഹു വലാ യസ്കുനുഹ മഅഹു മിൻ ബനി ആദമ ഗൈറു സലാസ. അള്ളാഹിൻ്റെ ഭവനമാണ്, ദാറാണ് ആദൻ. അതിനെക്കുറിച്ച് ആർക്കും ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല, ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ഹൃദയത്തിലും അതിനെക്കുറിച്ചുള്ള അറിവ് അള്ളാഹു ഇട്ട് കൊടുത്തിട്ടില്ല. അത് അവൻ്റെ ഭവനമാണ്. അവിടെ മനുഷ്യരിൽ നിന്ന് 3 കൂട്ടർക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ, അന്നബിയീന വസ്സുദ്ദീഖീന വശുഹദാ. അപ്പോൾ മറ്റുള്ളവരെങ്ങനെ അവിടെ എത്തിച്ചേരുക? ഇനി വേറെ ഹദീസ്, ദുറ മൻസൂർ ഹദീസ് തന്നെയാണ്, തഫ്സീർ തബരീലൊക്കെ ഉണ്ട്. അതിൽ പറയാണ് ഇന്ന ഫിൽ ജന്നത്തി ഖസ്റൻ യുഖാലു ലഹു ആദൻ ഹൗലഹുൽ ബുറൂജ് വൽ മുറൂജ് ലഹു 5000 ബാബിൻ തകുല്ലി ബാബിൻ 5000 ഇബ്ര ലാ യദ്ഖുലുഹു ഔ ലാ യസ്കുനുഹു ഇല്ലാ നബിയ്യുൻ ഔ സിദ്ദീഖുൻ ഔ ഷഹീദുൻ ഔ ഇമാമുൻ ആദിലുൻ. അങ്ങനെ അള്ളാഹിൻ്റെ ഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ പറഞ്ഞ അതേ രൂപത്തിലുള്ള ഹദീസ് തന്നെയാണ് ഇതിലും. അവിടെയും നബിയും സിദ്ദീഖും ഷഹീദും ഒന്നും അല്ലാത്തവർക്ക് പ്രവേശനമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണക്കാരെങ്ങനെയാണ് അവർ പ്രവേശിക്കുക? അപ്പോൾ പല ദർജകളുണ്ട്, അവിടെ എല്ലാവർക്കും എത്തിച്ചെല്ലാൻ പറ്റില്ല. ആ ദർജയിൽ എത്തിയവർക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ എന്ന് വ്യക്തമാണ്. പിന്നെ ചില ഹദീസുകളിൽ അൽമർ ഉമഅമൻ അഹബ്ബ എന്നൊക്കെ സ്വർഗത്തിൽ പോയാലും പലരെയും കാണാൻ പറ്റും, കൂടുള്ളവരെയും സ്നേഹിച്ചവരൊക്കെ എന്നുള്ള ഹദീസുകളുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ ആ കാഴ്ച കാണലും അതിൽ കൂടെ കാണാനുള്ള അവസരം കൊടുക്കുന്നതും എന്നാൽ ആ സ്ഥാനം കരസ്ഥമാക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. വാസ്തവത്തിൽ ഇതിൽ പറയുന്നത് ആ സ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്നതിനെ കുറിച്ചാണ്. അതാണ് ഇമാം റാഗിബ് വ്യക്തമായി പറഞ്ഞത്. അതൊന്നുകൂടെ വിശദീകരിക്കാം. ഇമാം റാഗിബ് ഈ ആയത്തിൻ്റെ വിശദീകരണം പറഞ്ഞത് ഞാൻ വിവരിച്ചിരുന്നു. എന്നാൽ സലാഹി സാബ് പറയുന്നത് ഇമാം റാഗിബ് അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നതെന്നാണ്. ഇമാം റാഗിബ് പറഞ്ഞത് ബഹുലോകത്ത് പോയി അവിടെ ലഭിച്ചു കിട്ടുന്ന സവാബിനെ കുറിച്ച് മാത്രമാണ്, ഇവിടെ ദുനിയാവിൽ അങ്ങനെയൊന്നും ആവില്ല എന്ന് ഇമാം റാഗിബ് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് തെളിവൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഇമാം റാഗിബ് പറഞ്ഞ കൃത്യമായി വായിച്ചാൽ മതി, അത് വായിച്ചിട്ടില്ല. നബിയു ഇവിടെ പറഞ്ഞില്ലേ ഫിൽ മൻസിലത്തി വസ്സവാബ്, മൻസിലത്തും സവാബ് എന്താണ്? ആ പദവികൾ. അതിൽ അന്നബിയു ബിൻ നബി, ഈ ഉമ്മത്തിൽ നിന്നുള്ള നബി മുമ്പുണ്ടായിരുന്ന നബിമാരുടെ കൂടെ, വസ്സുദ്ദീഖു ബിസ്സുദ്ദീഖി വസ്ഷഹീദു ബിസ്ഷഹീദി വസ്സാലിഹു ബിസ്സാലിഹ്, അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതല്ലെങ്കിൽ എല്ലാവരും കൂടെ പോയാൽ പോരായിരുന്നില്ലേ? എടുത്തെടുത്ത് അന്നബിയു ബിൻ നബി വസ്സുദ്ദീഖ് ബിസ്സുദ്ദീഖ് എന്ന് പറയേണ്ട ആവശ്യം എന്താണ്? പിന്നെ ഇതിലുപരിയായി ഞാൻ മുമ്പത്തെ വോയിസിൽ പറഞ്ഞിരുന്നു, ഈ കാര്യം എടുത്തുകൊണ്ട് ഇബ്നു ഹയ്യാൻ സാഹിബ് ബഹറുൽ മുഹീത്ത്, തഫ്സീർ ബഹറുൽ മുഹീത്തിൻ്റെ മുഫസ്സിർ, വളരെയധികം അറബിയിൽ അറിയപ്പെട്ട പണ്ഡിതനാണ് അദ്ദേഹം. ഇമാം റാഗിബിൻ്റെ കോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഞാൻ എടുത്ത പോസ്റ്റിൻ്റെ അടുത്ത പേജ് 1314 കുറിച്ച് നമ്മുടെ സലാഹി സാഹിബ് പറഞ്ഞിരുന്നു, ആ പേജ് ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നോട്ട് കൊടുത്തിട്ട് ഇമാം റാഗിബ് പറഞ്ഞ എന്താണെന്ന് വ്യക്തമായി സിമ്പിളായ ഭാഷയിൽ ഇബ്നു ഹയ്യാൻ വിവരിക്കുന്നുണ്ട് റഹ്മത്തുള്ളാഹി അലൈഹി. അത് നോക്കുക, ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. പക്ഷെ അങ്ങോട്ട് നമ്മൾ സലാഹി സാഹിബ് പോയി നോക്കിയിട്ടേ ഇല്ല. അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, ഇമാം റാഗിബ് പറഞ്ഞ പോലെ പറയുകയാണെങ്കിൽ, അല്ലാതെ ദാഹിറായിട്ടുള്ള എന്താണ് ഇമാം റാഗിബിന് അർത്ഥം കൊടുത്തത്, അത് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ ദാഹിർ അത് ഫാസിദാണെന്ന് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് സ്വീകാര്യമല്ല എന്ന് അദ്ദേഹം പറയുന്നത്. അതിന് കാരണം എന്താണ് അദ്ദേഹം പറയുന്നത്? മിനൻ നബിയ്യീന തഫ്സീറൻ ലി മിൻ ഫി ഖൗലിഹി വമൻ യുത്തിഅ ഫയൽസം അൻ യകൂന ഫി സമാനി റസൂലി ഔ ബഅദഹു അംബിയാ യുത്തിഊനഹു. ഇമാം റാഗിബ് പറഞ്ഞ പോലെയാണെങ്കിൽ തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുമേനിയുടെ കാലത്തോ ഔ അല്ലെങ്കിൽ ബഅദഹു തിരുമേനിക്ക് ശേഷമോ അംബിയാ യുത്തിഊനഹു റസൂൽ തിരുമേനിയെ അനുസരിക്കുന്ന നബിമാരുണ്ടാവേണ്ടതാണ്. വഹാദാ ഗൈറു മുംകിൻ, അത് സംഭവിക്കില്ല. ലിഅന്നഹു ഖദ് അഖ്ബറ തആല അന്ന മുഹമ്മദൻ ഹുവ ഖാതമുൻ നബിയ്യിൻ വഖാല ഹുവ ലാ നബിയ്യ ബഅദി. കാരണം അല്ലാഹു റസൂൽ തിരുമേനി ഖാതമുൻ നബിയ്യിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, റസൂൽ തിരുമേനി അതുപോലെ ലാ നബിയ്യ ബഅദി എന്നും പറഞ്ഞിട്ടുണ്ട് എന്ന്.
അപ്പം ഈ ഒരു വിശ്വാസം കാരണം അദ്ദേഹം സ്വീകരിച്ചില്ല. അപ്പം നോക്കൂ, ഇതാണ് ആ പണ്ഡിതന്മാരും ഇപ്പോഴത്തെ പണ്ഡിതന്മാർ തമ്മിലുള്ള വ്യത്യാസം. വ്യക്തമായി ഇമാം റാഗി പറഞ്ഞ കാര്യത്തെ അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് സ്വന്തം വിശ്വാസത്തെ സ്ഥാപിക്കാനായി നമ്മുടെ സലാഹി സാഹിബ് പറയുന്നു. എന്നാൽ ഇബ്നു ഹയ്യാൻ പറയുന്നത് ഇമാം റാഗി അവനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് എൻ്റെ വിശ്വാസത്തിന് എതിരാണെന്ന് അദ്ദേഹം പറയുന്നു. നോക്കുക, അപ്പം ഇവിടെ ഇബ്നു ഹയ്യാൻ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞ ഈ പേജ് ഒന്ന് എടുത്ത് ഞാൻ അണ്ടർലൈനിട്ട ഭാഗം ഒന്ന് സലാഹി സാഹിബ് അർത്ഥം പറഞ്ഞ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ വളരെ ഉപകാരമായിരുന്നു. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം എന്ന ആയത്തിനെ നമ്മൾ ഉദ്ദേശിച്ച പോയിന്റ് മാറി നിന്നുകൊണ്ട് എന്തൊക്കെയോ വിശദീകരിച്ച് പോകുന്നുണ്ട് അദ്ദേഹം. കമ എന്ന പദത്തെക്കുറിച്ച് മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. താങ്കൾ അതിനെക്കുറിച്ച് വിശദീകരിച്ച സ്ഥിതിക്ക് ഇസ്തഖ്ലഫ എന്നതുകൊണ്ട് എന്താണ് എന്നുള്ളത് താങ്കൾ വിശദീകരിച്ചു. ഇവിടെ കുറേ ആയത്തോളം കൊണ്ടുവന്ന് കുറേ വേറെയും കുറേ എന്തൊക്കെ വിരുവായത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഈ ഇസ്തിഖ്ലാഫ് എന്താണെന്നുള്ളത് ഞാൻ റസൂൽ തിരുമേനി പറഞ്ഞ ഹദീസ് വെച്ചൊന്ന് വിശദീകരിക്കുകയാണ്. കാരണം ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവണമല്ലോ. ഇസ്തഖ്ലഫ എന്ന പദം ഖലീഫമാരെ ആക്കുക, ഖലീഫമാരെ നിയമിക്കുക എന്ന അർത്ഥത്തിലാണ് ഖുറാനിൽ പൊതു വന്നിരിക്കുന്നത്. ഇന്നി ജാഇലുക ഫിൽ അർദി ഖലീഫ. അപ്പോൾ ജാഇലുൽ ഖലീഫ എന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ് ഇസ്തഖ്ലഫ. യാ ദാവൂദു ഇന്നാ ജഅൽനാക ഖലീഫത്തൻ ഫിൽ അർദ് എന്നുണ്ട്. അതുപോലെയുള്ള ആയത്താണ് വഅദല്ലാഹു ലദീന ആമനു മിൻകും വഅമിലുസ് സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് ഐ യജഅലു മിൻഹും ഖുലഫാ എന്ന്. വഅജ്മഅത്തി സ്വഹാബത്തു അലാ തഖ്ദീമി സിദ്ദീഖ്. അതുപോലെ സഹാബത്ത് അബൂബക്കർ സിദ്ദീഖിനെ ഖലീഫയായിട്ട് അവർ ഇജ്മാ ചെയ്തു. ഇപ്പം ഞാൻ ഈ വായിച്ച ഭാഗം ഖുർത്തുബിയുടെ തഫ്സീറിനാണ് വായിച്ചത്. അപ്പോൾ ഇസ്തിഖ്ലാഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബുഖാരിയിലെ റിവായത്ത് വെച്ച് ഇസ്തഖ്ലഫ അല്ലാഹു അബൂബക്കർ എന്ന് ബുഖാരിയിലുണ്ട്. അള്ളാഹു അബൂബക്കർ അള്ളാഹുവിനെ ഖലീഫയാക്കി. അപ്പോൾ ഇതുപോലെ ഈ ഉമ്മത്തിലുള്ളവരെ ഖലീഫയാക്കും. എപ്പോഴൊക്കെ ആക്കുന്നുവോ അതൊക്കെ മുമ്പ് ആക്കിയ പോലെ ആയിരിക്കും അള്ളാഹു ഇവിടെയും ആക്കുക. അല്ലാതെ മുമ്പ് ആക്കിയവരെ തന്നെ പിടിച്ച് ഇവിടെയും ആക്കില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്കിതിൽ തർക്കിക്കേണ്ട ആവശ്യമില്ല. റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി തിരുമേനിയുടെ കാലം മുതൽ അവസാന കാലം വരേക്കും എങ്ങനെയാണ്, ആരൊക്കെയാണ് ഖലീഫമാർ, എങ്ങനെയൊക്കെയാണ് എന്ന് തിരുമേനി വിശദീകരിക്കുന്നുണ്ട്. ആ ഹദീസ് ഇമാം അഹമ്മദ് വിവരിച്ചതാണ്. അത് ഞാനിവിടെ ആദ്യം പറയാം, അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അതിൻ്റെ കൃത്യമായ മലയാള അർത്ഥം കൂടെ പോസ്റ്റ് ചെയ്യാം. ഇവിടെ ഹദീസ് ശ്രദ്ധിച്ച് വായിച്ചാൽ എല്ലാം മനസ്സിലാവും. റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തക്കൂനു നുബുവത്തു ഫീക്കും മാഷാ അല്ലാഹു അൻ തക്കൂന. അള്ളാഹു ഉദ്ദേശിക്കുന്ന വരെ നിങ്ങൾ നുബുവത്ത് നിലനിൽക്കും. സുമ യർഫഉഹ ഇദാ ശാഅ യർഫഅഹ. തും അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹു അതിനെ എടുത്ത് ഉയർത്തും. അവിടുന്ന് ഉയർത്തും എന്ന് പറഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യും. സുമ്മ തക്കൂനു ഖിലാഫത്തുൻ അലാ മിൻഹാജിൻ നുബുവത്തി. അതിനുശേഷം നുബുവത്തിൻ്റെ പാതയിലുള്ള ഖിലാഫത്ത് വരും. തക്കൂനു ഖിലാഫത്തുൻ എന്നാണ് പറഞ്ഞത്. ഇനി അതിനുശേഷം നോക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഖുലഫാ റാഷിദീങ്ങളുടെ കാലമാണ്. റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അൽ ഖിലാഫത്തു ബഅദി 30 സന, 30 കൊല്ലം ഖിലാഫത്ത് ഉണ്ടാവുന്ന റസൂൽ തിരുമേനി പറഞ്ഞിട്ടുണ്ട്. അത് തർക്കം ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുശേഷം പറയുന്നു ഫതകൂനു മാഷാ അല്ലാഹു അൻ തകൂൻ സുമ്മ യർഫഉഹ ഇദാ ശാഅ യർഫഅഹ സുമ്മ തകൂനു മുൽക്കൻ ആദൻ. മുൽക്കുൻ എന്നല്ല പറഞ്ഞത്, മുൽക്കൻ ആദൻ. അതിനുശേഷം ഉണ്ടായിരിക്കുന്ന രാജാക്കന്മാരുടെ അവസ്ഥയാണ് പറയുന്നത്. അപ്പോൾ ഈ സുമ്മ തക്കൂനു മുൽക്കൻ എന്ന് പറഞ്ഞാൽ സുമ്മ തക്കൂനുൽ ഖിലാഫത്ത് മുൽക്കൻ ആദൻ. ഖിലാഫത്ത് മുൽക്കൻ ആദ് എന്ന രൂപത്തിലായിരിക്കും. ഭരണാധികാരികളും സ്വച്ഛാധിപതിമാരുടെ ഭരണാധികാരികളുടെയൊക്കെ കാലമായിരിക്കും. അതിൻ്റെ കൃത്യമായ മലയാള വാക്യം കൊണ്ട് അർത്ഥത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫയക്കൂനു മാഷാ അല്ലാഹു അൻ യകൂന സുമ്മ യർഫഉഹ സുമ്മ തക്കൂനു മുൽക്കൻ ജബ്രിയത്തൻ. പിന്നെ തക്കൂന് മുൽക്കൻ. എന്താണ് മുൽക്കാവുന്നത്? ആ ഖിലാഫത്ത്. പിന്നത്തെ ആ ഖിലാഫത്ത് തന്നെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്നതൊക്കെ ഖിലാഫത്തിൻ്റെ മസീറത്താണ്. ഖിലാഫത്ത് മുൽക്കുനാദായിരിക്കും. അതിനുശേഷം ഖിലാഫത്ത് മുൽക്കുൻ ജബരിയ, സ്വച്ഛാധിപ ആയിട്ടുള്ള ഖിലാഫത്ത്, അല്ലെങ്കിൽ ഒരുപാട് ജബർ ചെയ്യുന്ന മർദ്ദകഭരണമായി നിലനിൽക്കുന്ന ഒരവസ്ഥ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫതകൂനു മാഷാ അല്ലാഹു തകൂൻ സുമ്മ യർഫഉഹ ഇദാ ശാഅ യർഫഅഹ സുമ്മ തകൂനു ഖിലാഫത്തൻ അലാ മിൻഹാജിൻ നുബുവ. അവിടെയും പറഞ്ഞ സുമ്മ തകൂനു ഖിലാഫത്തുൻ എന്നല്ല. അത് കൃത്യമായി വായിച്ചാൽ മനസ്സിലാവും. സുമ്മ തകൂനു ഖിലാഫത്ത്, അത് ഈ ഖിലാഫത്ത് പിന്നെ മിൻഹാജിൻ നുബത്തുള്ള ഖിലാഫത്തായി കൊണ്ട് തുടരും. സുമ്മ സക്കത്ത, പിന്നെ റസൂൽ തിരുമേനി ഒന്നും പറഞ്ഞില്ല, അതങ്ങനെ തുറന്നുകൊണ്ടിരിക്കുമെന്ന്.
അപ്പോൾ ഇവിടെ കൃത്യമായി റസൂൽ തിരുമേൻ്റെ കാലം മുതൽ അവസാനം വരെ ഈ ഖിലാഫത്ത് എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്ന് കൃത്യമായി പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ തന്നെ, അപ്പോൾ ഇവരിലൊക്കെ മുമ്പ് ഖിലാഫത്തിൽ ഖലീഫമാരാക്കിയ പോലുള്ളവർ ഇവരിൽ ഖലീഫ ആക്കിയിട്ടുണ്ട്. മുമ്പ് ബനി ഇസ്രായേൽ നബിമാർ ആദ്യം ഉണ്ടായിരുന്നു ഖലീഫമാരായിട്ട്, പിന്നെ നബിമാരല്ലാത്ത ഖലീഫമാരുണ്ടായിരുന്നു, രാജാക്കന്മാരുണ്ടായിരുന്നു ഒക്കെ. അപ്പോൾ അതുപോലെ ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു അറിയേണ്ട കാലം സുമ്മ തക്കൂനു ഖിലാഫത്ത് അല മിൻഹാജുൻ നുബുവ, രണ്ടാമതും നുബുവത്തിൻ്റെ വ്യവസ്ഥതയിലുള്ള ഒരു ഖിലാഫത്ത് നിലനിൽക്കുമെന്ന്. അതെപ്പോഴാണ്? അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിർ അന്നൽ മുറാദ് ബിഹി സമൻ ഈസ ഉൽ മഹദി, ഈസയുടെയും മഹദിയുടെയും കാലത്തായിരിക്കും അത് സംഭവിക്കുക എന്നുള്ളത്. ഒരു നുബുവത്ത് വേണമല്ലോ അവിടെ. ആർക്കെങ്കിലും മഖാമുൻ നുബുവത്ത് കൊടുത്താലല്ലേ പിന്നെയുള്ള ഖിലാഫത്ത് അതിന് താബി ആയിക്കൊണ്ട് മിൻഹാജുൻ നുബുവത്തിൽ വരികയുള്ളൂ. അപ്പം അത് ഈസാ നബി വരുമ്പോൾ അല്ലെങ്കിൽ മഹദി വരുമ്പോഴാണെന്ന് പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. പണ്ഡിതന്മാർ എഴുതിയത് പോട്ടെ, ഹദീസ് തന്നെ ഉണ്ട്. ആ ഹദീസാണ് സയക്കൂനു ബഅദി ഖുലഫ വമിൻ ബഅദിൽ ഖുലഫ ഉമറ വമിൻ ബഅദിൽ ഉമറ മുലൂക്ക് വമിൻ ബഅദിൽ മുലൂക്ക് ജബാബിറ. എനിക്ക് ശേഷം ഖലീഫന്മാരായിരിക്കും, പിന്നെ എനിക്ക് ശേഷം ഉമറാക്കളായിരിക്കും, പിന്നെ അതിനുശേഷം രാജാക്കന്മാരായിരിക്കും, പിന്നെ അതിനുശേഷം ജബാബിറായിട്ടുള്ള രാജാക്കന്മാരായിരിക്കും. സുമ്മ യഖ്റുജു റജുലുൻ മിൻ അഹ്ലി ബൈത്തി യംലഉൽ അർദ അദ്ലൻ കമാ മുലിഅത് ജൗറ. അതിനുശേഷം എൻ്റെ അഹ്ലു ബൈത്തിൽ നിന്ന് ഒരാൾ വരും, ആള് ഭൂമിയെ പിന്നെ നീതി കൊണ്ട് നിറക്കും. എപ്രകാരമാണ് അത് ദുൽമ കൊണ്ട് മുമ്പ് നടക്കപ്പെട്ടിരുന്നത് അതിന് പകരമായി എന്ന്. പിന്നെ വരുന്ന വ്യക്തിയെക്കുറിച്ച് ലൽ മഹദി ഇല്ല ഈസ എന്ന് ഇബ്നു മാജയിൽ ഹദീസ് ഉണ്ട്. വരുന്ന വ്യക്തി മഹദി ആയിരിക്കും, അദ്ദേഹത്തിനായിരിക്കും ഈസ എന്നൊക്കെ. അത് വിഷയം വേറെയാണ്, അങ്ങോട്ട് ഞാനിപ്പോൾ പോകുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, വരാൻ പോകുന്ന ഈസ ഇബ്നു മറിയമിനെ കുറിച്ച് ഇന്നഹു ഖലീഫത്തി മിൻ ബഅദി എന്ന് റസൂൽ തിരുമേനി പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഞാൻ നിങ്ങളോട് മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, താങ്കൾ അതിനെപ്പറ്റി മറുപടി പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ ഈസാ നബി വരുമ്പോൾ റസൂലുള്ളാഹിന്റെ ഖലീഫ ആയിരിക്കില്ലേ? അപ്പോൾ റസൂലുള്ളാഹിന്റെ ഖലീഫ ആണെങ്കിൽ ഈ ഉമ്മത്തിൽ നിന്ന് മാത്രമേ വരാൻ പറ്റുള്ളൂ. കമസ്തഖ്ലഫ എന്ന പദം അതിലേക്കാണ് ചൂണ്ടുന്നത്. അതല്ലെങ്കിൽ അള്ളാഹ് പറഞ്ഞ് തെറ്റി എന്ന് പറയേണ്ടി വരും. ഈ ഒരു പോയിന്റാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് താങ്കൾ വിശദീകരിച്ചുകൊണ്ട് ഞാനും കുറച്ച് വിശദീകരിച്ചു എന്ന് മാത്രം. ഈ മുൽക്കുൽ ജബരിയത്തിനെ കുറിച്ച് ഞാൻ ചെറിയൊരു കാര്യം കൂടെ അവിടെ പറയുകയാണ്. അത് ചർച്ചയുടെ ബന്ധമല്ല. ഞാനിപ്പോൾ ഫലസ്തീനിലാണുള്ളത്. ഇവിടെ അഹമ്മദിയ ജമാഅത്തിലുള്ള വ്യക്തികൾ ഇവരുടെ കുടുംബ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ 1800-കളിൽ വേറെ സ്ഥലത്തുനിന്ന് ഇങ്ങോട്ട് വന്നതാണ്. അന്ന് തുർക്കി ഭരണകൂടമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് മുൽക്കുൽ ജബരിയത്തിലെ കാലമായിരുന്നു. മുൽക്കുൽ ജബരിയ എന്ന് പറഞ്ഞാൽ ജബർ ചെയ്തുകൊണ്ട് നിർബന്ധമായിട്ട് പട്ടാളത്തിൽ ചെറുപ്പക്കാരെ കൊണ്ടുപോകാൻ, വീട്ടിൽ നിന്നൊക്കെ പിടിച്ചു കൊണ്ടുപോയി പട്ടാളത്തിൽ ചേർക്കുമായിരുന്നു. അപ്പോൾ അവരിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് 5 മക്കളെയും കൂട്ടി ഒരാൾ ഹിജറത്ത് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഈ സ്ഥലത്ത് വന്നു, ഇപ്പോൾ ഞാനുള്ള സ്ഥലത്ത് ഇവിടെ വന്ന് പിന്നെ ആ കുട്ടികളൊക്കെ പിന്നെ വലുതാക്കി, എന്നിട്ട് അതിൽ നിന്ന് ഒരാളെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി പഠിപ്പിച്ചിട്ട് വലിയൊരു പണ്ഡിതനായി ഷെയ്ഖ് അബ്ദുള്ള എന്ന പേരിൽ അറിയപ്പെട്ടു. ആ വ്യക്തി സ്വപ്നം കണ്ടു ഇമാം മഹദി വരികയും, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഇമാം മഹദി ഒരു പന്തൽ കെട്ടി അവിടെ ഇമാം മഹദി പ്രത്യക്ഷപ്പെട്ടതായിട്ട്. ഈ ഒരു സ്വപ്നവും ഈ ജബരിയത്തായിട്ടുള്ള ആ ഭരണാധികാരികളിൽ നിന്ന് രക്ഷപ്പെട്ട് അതല്ലാത്തൊരു ഖിലാഫത്ത് വേണമെന്നുള്ള പ്രാർത്ഥനയുമായിരുന്നു ഇവരുള്ള ആളുകൾക്ക് പിന്നീട് ഈ അഹമ്മദിയ ജമാഅത്തിന് സന്ദേശം കിട്ടിയ ഉടനെ തന്നെ 1927-28 ഇതിൽ മനസ്സിലാക്കാനും പെട്ടെന്ന് അതിലേക്ക് ചേരാനുള്ള ഒരു അവസരം ഒരുക്കിയത്. അപ്പം അങ്ങനെയുള്ള കൂട്ടരാണ് ഇവിടെ ഉള്ളത്. കാരണം ഈ മുൽക്കുൻ ജബരിയ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അവസ്ഥയാണ്, ജബ്ബർ ചെയ്തുകൊണ്ട് ആൾ പിടിച്ചു കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ആ അവസ്ഥയുള്ള ഖിലാഫത്ത് കഴിഞ്ഞത് എപ്പോഴാണ്? 1908, 1909 അബ്ദുൽ ഹമീദ് സാനിയുടെ കാലത്ത്, തുർക്കി ഭരണാധികാരി. അതിനുശേഷം ഖിലാഫത്ത് ഇല്ല. ഞങ്ങളുടെ ദൃഷ്ടിയിൽ ഖിലാഫത്ത് ഉണ്ട്, ഖിലാഫത്ത് അല മിൻഹാജുൻ നുബുവത്തുണ്ട്. എന്നാൽ പൊതു മുസ്ലിങ്ങളുടെ ദൃഷ്ടിയിൽ ഇതുവരെ ഒരു ഖിലാഫത്തും ഇല്ല. അപ്പോൾ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തെറ്റിപ്പോയോ എന്ന് അവർക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി അവസാന ഭാഗത്തെ പോയിന്റ് സൂറ ജുമഅയിലെ ആയത്തിനെ കുറിച്ച്, വആഖിറീന മിൻഹുൽ ലമ്മാ യൽഹഖൂ ബിഹിം എന്നതിനെ കുറിച്ച്. ഇവിടെ നമ്മുടെ സലാഹി സാബ് നമ്മളുടെ ഒരു തർജ്ജമ ചെയ്തതിൻ്റെ ഭാഗത്ത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയിന്റ് എടുത്തിട്ട് അദ്ദേഹം ഇടുന്നൊക്കെ ഉണ്ട്. വ്യക്തമായി ആയത്ത് ഓതിയാൽ അല്പം ശ്രദ്ധിച്ച് കാര്യം മനസ്സിലാക്കി മനസ്സിൽ നിന്നുള്ള വിശ്വാസം ഒഴിവാക്കി ഓതുകയാണെങ്കിൽ എല്ലാം ക്ലിയറായി മനസ്സിലാക്കാം, ഒരു പ്രശ്നവുമില്ല, ഒരു ചോദ്യം വരില്ല. അതിനുശേഷം അല്ലാഹു ഇവിടെ പറയാണ്, ഹുവല്ലദി ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും. ബഅസ ഫിഅല്, ഫായിലാരാണ്? അള്ളാഹു. ഫിൽ ഉമ്മിയീന, ഉമ്മിയീങ്ങളിൽ, റസൂലൻ മിൻഹും, അവരിൽ നിന്നുള്ള ഒരു റസൂലിനെ. ബഅസ ഫീഹി എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, നിയോഗിച്ചു എന്നാണ്.
കാരണം ഇതിൻ്റെ മുമ്പ് വിശുദ്ധ ഖുർആൻ പലതവണ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് റസൂൽ തിരുമേനിയുടെ റിസാലത്ത് മുഴു ലോകത്തേക്കുള്ളതാണ്, ഖിയാമത്ത് വരേക്കുള്ളതാണ്. ഇവിടെ റിസാലത്ത് എവിടേക്കൊക്കെയാണോ എന്നല്ല വിഷയം, ആ വിഷയമേ ഇവിടെ സംസാരിക്കുന്നില്ല. അത് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ഖുൽ യാ അയ്യുഹന്നാസു ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, സൂറത്ത് അറാഫ് 159. അല്ലയോ ജനങ്ങളെ, നിങ്ങളിലേക്കൊക്കെ അയക്കപ്പെട്ട ആളാണ് ഞാനാണ്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ, ഞാൻ മുഴുവൻ ലോകത്തേക്കുമായിട്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി താങ്കളെ അയച്ചിരിക്കുന്നതെന്ന് അള്ളാഹു പറയുന്നു, സൂറ സബ 29-ാമത്തെ ആയത്ത്. ഇവിടെ ആ റിസാലത്ത് എവിടേക്കൊക്കെ എന്നുള്ള ആ കാര്യമേ പറയുന്നില്ല. ഇവിടെ ആരിൽ നിന്നാണ് റസൂൽ തിരുമേനി എഴുന്നേൽപ്പിച്ചത്, അവരുമായി നേരിട്ട് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായ ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് ഒരിക്കൽ ബാസഫിൽ ഉമ്മീയങ്ങളിൽ സംഭവിച്ചു, അത് തന്നെ വേറൊരു കൂട്ടരിലും അതുപോലെ സംഭവിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ബാസഫിൽ ഉമ്മീന റസൂലൻ മിൻഹും എന്നതിനെ അതിൻ്റെ കൂടെ അതഫിൻ്റെ വാവ് ചേർത്ത് വ ആഖരീന എന്ന് പറഞ്ഞാൽ എന്താണ്? വ ബഅസ ഫി ആഖരീന മിൻഹും ലമ്മ യൽഹഖു ബി. അവിടെ അയച്ച ആൾ അതേ ആൾ തന്നെയാണ്, ഫായിൽ ഒന്ന് തന്നെയാണ്, ഫെയിൽ ഒന്ന് തന്നെയാണ്. പിന്നെ ഏത് കൂട്ടരിലാണ് അയച്ചെന്നുള്ളത് മാത്രം വ്യത്യാസമുണ്ട്, ബാക്കിയെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പം ഇവിടെ ഉമ്മീങ്ങളിൽ നിന്ന് ഒരു റസൂലിനെ അള്ളാഹു അവരിൽ നിന്നും എഴുന്നേൽപ്പിച്ചു, അയച്ചു എന്നാലും എഴുന്നേൽപ്പിച്ചു. അതുപോലെ തന്നെ ഫി ആഖരീന മിൻഹും, അവരിൽ നിന്നുള്ള മറ്റൊരു കൂട്ടർ, ലമ്മ യൽഹഖു ബിഹിം, അവരുമായി ഇതുവരെ കൂടിച്ചേർന്നിട്ടില്ല എന്നാൽ പിന്നീട് കൂടിച്ചേരും. ലമ്മ യഫ്അൽ എന്ന അറബിയിൽ പറഞ്ഞാൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നാൽ സംഭവിക്കും എന്ന് പറയാനാണ്. അപ്പോൾ ആ ലമ്മ യൽഹഖു എന്ന് പറഞ്ഞത് തന്നെ ഇനി പിന്നീട് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. പക്ഷെ ഫായിൽ ഒന്നാണ്, ഫെയിൽ ഒന്നാണ്, അതുകൊണ്ട് ചേർത്ത് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ റസൂലിനെ അയച്ചു, ഉമ്മീങ്ങളിൽ റസൂലിനെ നിയമിച്ചു അവരിൽ നിന്ന്, അതുപോലെ തന്നെ ആഖരീങ്ങളിലും ഒരു റസൂലിനെ അവരിൽ നിന്നും നിയമിക്കും എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇവിടെ അദ്ദേഹം ചോദിക്കുന്നത് ഫെയില് മാദി, ഒരു ഭാഗത്തേക്ക് മാദിയിൽ അതിനർത്ഥം അത് സംഭവിച്ചു കഴിഞ്ഞു, ഇനി അതേ ഫെയിൽ വെച്ചെങ്ങനെ മുദാരിയിലേക്ക് കൊണ്ടുപോവുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. വളരെ വ്യക്തമാണ്, ഇതിൻ്റെ ഫായിൽ അള്ളാഹുവാണ്, അത് ഓർത്താൽ മതി. ആ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റിസാലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉമ്മീങ്ങളിൽ റിസാലത്തുണ്ട്, അപ്പോൾ ബാക്കിയുള്ളടത്ത് ഉമ്മീങ്ങളല്ലാത്ത എല്ലാവരും എന്ന് പറയണം. വൽ ആഖരീൻ എന്ന് പറയണം, അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇവിടെ നക്കീറയാണ് ആഖരീൻ. അപ്പോൾ ഒരു കൂട്ടറിൽ മാത്രം ഇങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽപ്പിക്കുന്നത്, ആ ചോദിച്ച കാര്യം മനസ്സിലാവും. വ ആഖരീന എന്നാൽ ഒരു കൂട്ടർ മാത്രമാണ്. ഏതുപോലെ സൂറ മുസ്സമ്മിൽ നമ്മൾ ഓതുമ്പോൾ അതിൽ അറിയാം, അള്ളാഹ് പറയുന്നു അലിമ അൻ സയകൂനു മിൻകും മർദ, ഒരു കൂട്ടരെ കുറിച്ചാണ് പറഞ്ഞത്, രോഗികൾ. വ ആഖറൂന യദ്രിബൂന ഫിൽ അർദി യബ്തഗൂന മിൻ ഫദ്ലില്ലാഹ്, മറ്റൊരു കൂട്ടർ വ ആഖറൂന. പിന്നെ വേറെ കൂട്ടരെ കുറിച്ച് പറയാണ് വ ആഖറൂന യുഖാതിലൂന ഫീ സബീലില്ലാഹ്. അപ്പോൾ ആഖറൂൻ എന്ന് പറഞ്ഞാൽ ഓരോരോ കൂട്ടരാണ്, അല്ലാതെ എല്ലാവരും അല്ല. അപ്പോൾ ഒരു പ്രത്യേകം കൂട്ടരെ മാത്രം എടുത്തു പറയുകയും അതഫിൻ്റെ വാവ് കൊടുക്കുകയും ചെയ്യുമ്പോൾ വഹുവ ബഅസ ഫീഹിം, അവരിൽ നിന്നും അള്ളാഹു എഴുന്നേൽപ്പിക്കുന്നു റസൂലിനെ എന്ന് മനസ്സിലാക്കിയേ തീരൂ ഭാഷാടിസ്ഥാനത്തിൽ. പിന്നെ മറ്റുള്ള ആയത്തുകളുടെ പിന്തുണയോടുകൂടി നമുക്കത് ഈ ഉമ്മത്തിൽ വരാനിരിക്കുന്ന ഇമാം മഹദിയെ കുറിച്ചാണ് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ വാചകത്തിൽ ഫായിൽ അള്ളാഹുവാണ്. അള്ളാഹു ഫായിലാവുമ്പോൾ അള്ളാഹ്ക്ക് ഭാവി വർത്തമാന ഭൂതകാലങ്ങളിൽ മാറ്റമില്ല. എത്രയോ ഉദാഹരണം ഖുർആനിലുണ്ട്. വകാന അല്ലാഹു ഗഫൂർ റഹീമ, അള്ളാഹു പണ്ടെന്നോ പിന്നെ ഗഫൂർ റഹീമായിരുന്നു, ഇപ്പം അങ്ങനെ അല്ല എന്നല്ലല്ലോ പറയുന്നത്, അങ്ങനെ പറയുന്നില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് അള്ളാഹു മുമ്പ് ഗഫൂർ റഹീം ആയിരുന്നു, പക്ഷെ ആ സിഫത്ത് ഇന്നും അതുപോലെ നിലനിൽക്കുന്നുണ്ട്, കാരണം അത് അള്ളാഹുവാണ്. അതുപോലെ പറയുകയാണ് അത്താ അമ്രുല്ലാഹി ഫലാ തസ്തഅജിലൂ, അത്താ അമ്രുല്ലാഹ്, അള്ളാഹിൻ്റെ കൽപ്പന വന്നു, ഫലാ തസ്തഅജിലൂഹു, നിങ്ങൾ ധൃതി കാണിക്കരുത് എന്ന്. അപ്പോൾ സയഅതി അമ്രുല്ലാ എന്ന് പറഞ്ഞാൽ പോരായിരുന്നില്ലേ? അള്ളാഹിൻ്റെ കൽപ്പന ഉടനെ തന്നെ വരും, സയഅതി അടുത്ത് തന്നെ വരും, നിങ്ങൾ തിരക്കൂട്ടരുത് എന്ന് അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ പോരെ. പക്ഷെ പറഞ്ഞില്ല, അത്താ അമ്രുൽ, കാരണം അത് സംഭവിക്കുന്നതാണ്, അത് പറയുന്ന അള്ളാഹുവാണ്, അള്ളാഹുവിന് അറിയാൻ ഭാവിയിൽ എന്താ സംഭവിക്കുന്നതെന്ന്. എപ്രകാരം മാദിയെക്കുറിച്ച് അറിയുന്നുവോ വർത്തമാനത്തെ കാലത്തെക്കുറിച്ച് അറിയുന്നു, അതുപോലെ തന്നെ അള്ളാഹു ആലിമുൽ ഗൈബ, അള്ളാഹുവിന് ഭാവിയെക്കുറിച്ചും അറിയാം. അതുകൊണ്ട് അള്ളാഹു ഉപയോഗിക്കുന്ന പദങ്ങളെയും പ്രയോഗത്തെയും
നമ്മൾ മനുഷ്യരുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കിയാൽ അത് വളരെ തെറ്റായി മാറും. പിന്നെ ഇവിടെ ലമ്മാ യൽഹഖൂ ബിഹിം, അവരുമായി കൂടിച്ചേർന്നിട്ടില്ല, ഇനി കൂടിച്ചേരും. അതന്നെ ഭാവിയിലേക്ക് വരുന്നതിലൊക്കെ തെളിവാണത്. നമ്മൾ തർജുമയിൽ ഇദ്ദേഹം ഒരു അടിവരയിട്ടിട്ട് അത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ വാസ്തവം ഞാൻ വിശദീകരിച്ച് പറഞ്ഞു. പക്ഷെ ഇദ്ദേഹം കൂടി തർജുമ നോക്കുക, അവരോടൊപ്പം വന്നു ചേർന്നിട്ടില്ലാത്ത മറ്റുള്ളവരിലേക്കും ലേക്കും ലേക്കും. എവിടുന്ന ലേക്കും എന്നുള്ള പദം കിട്ടിയത്? ബാസഫി, അവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അർസല ഇലൈഹി എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇല എന്ന പ്രയോഗം വന്നിട്ടേ ഇല്ല. പിന്നെ എന്തിനാ ലേക്കും 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 എന്ന് പറഞ്ഞ് ഇല്ലാത്ത തർജ്ജമ കൊടുക്കുന്നത്? അപ്പം അതുകൊണ്ട് കാര്യം കൃത്യമായി മനസ്സിലാക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത് ഒരു റസൂലിന് വേണ്ടിയിട്ടാണ്, റസൂലൻ, ഒരു റസൂലിന്. അതിന് അള്ളാഹു മറുപടി പറഞ്ഞപ്പോൾ ആ റസൂലിനെ അയച്ചു എന്നും, ഇനി അവരുമായി ചേർന്നിട്ടില്ലാത്ത പിന്നീട് അവരുമായി ചേരുന്ന ഒരു കൂട്ടരിലേക്കും ഒരു റസൂലിനെ അയക്കുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ടാണ് പറഞ്ഞത് വഹുവൽ അസീസുൽ ഹക്കീം എന്ന്. അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഇവിടെ അയച്ച വ്യക്തി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അയച്ചിരിക്കുന്നത്. ഇനി അയക്കാൻ പോകുന്ന വ്യക്തി പുതിയ പാഠങ്ങൾ കൊണ്ടുവരുന്ന പുതിയൊരു നബി ആയിരിക്കില്ല, പുതിയ ശരീഅത്ത് കൊണ്ടുവരുന്ന ഒരാളായിരിക്കില്ല. മറിച്ച് ഇതേ നബി തിരുമേനിയുടെ ദില്ലായിക്കൊണ്ട് പ്രതിനിധിയായിക്കൊണ്ട് വരുന്ന ഈ ഉമ്മത്തിൽ നിന്ന് വരുന്ന ഒരാളായിരിക്കും. അതുകൊണ്ടാണ് ഒന്നിച്ച് ഒരേ ആയത്തന്നെ ആ കാര്യം എടുത്ത് പറഞ്ഞത്, ആതഫിൻ്റെ വാവ് കൊടുത്തിട്ട്. അപ്പോൾ ഒന്ന് മാദിയിലാണ് ഒന്ന് മുസ്തഖ്ബിലാണ് പറഞ്ഞുകൊണ്ട് അള്ളാഹ്ക്ക് ഒരു ഫിഅൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് നിയമം എവിടുന്നാണ് കൊണ്ടുവന്നത്? അള്ളാഹ് പറഞ്ഞ് വെച്ച് നോക്കുമ്പോൾ എത്രയോ അതാ അമ്രുല്ലാഹി എന്നുണ്ട്. ഇതിന് നിങ്ങൾ നിയമം കാണിക്കും. കാന ഗഫൂർ റഹീം, അതിൻ്റെ നിയമം എന്താണ്? ഇതൊക്കെ അള്ളാഹു ആവുന്നതുകൊണ്ട്, ഫായിൽ അള്ളാഹു ആവുന്നത് കൊണ്ടുള്ള നിയമങ്ങളാണ്. അപ്പോൾ അത് സ്വീകരിച്ചേ തീരുകയുള്ളൂ. അപ്പോൾ ഇവിടെയാണ് ഈ വരുന്ന വ്യക്തിയെക്കുറിച്ച് ഞാൻ മറ്റേ ഷാ വലിയുല്ലാ സാഹ് പറഞ്ഞതൊക്കെ പറഞ്ഞിരുന്നത്. റസൂൽ തിരുമേനി കോപ്പി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആ വാചകങ്ങൾ. പക്ഷെ അങ്ങോട്ട് ഇപ്പോൾ ചർച്ച പോകുന്നില്ല. താങ്കളിന് പറഞ്ഞ ചർച്ചയിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വരാൻ പോകുന്ന വ്യക്തി ആരായിരിക്കും, മുമ്പ് അന്ന് ഈസാ നബിയാണോ വേറെ എന്നുള്ള ചർച്ചയിലേക്ക് നമുക്ക് വരുമ്പോൾ അവിടെ ഇക്കാര്യമൊക്കെ ഇൻഷാ അല്ലാഹ് അവതരിപ്പിക്കാം. പിന്നെ ഈ പറഞ്ഞ ഈ റസൂലുണ്ടല്ലോ, രണ്ടാമത് പറഞ്ഞ റസൂൽ, ഇവിടെ അത്തഫിൻ്റെ വാവ് കൊണ്ട് കൊടുത്ത്, അത് തന്നെയാണ് വിശുദ്ധ ഖുർആനിലെ മറ്റൊരു ആയത്തിൽ അള്ളാഹു പറയുന്നത്, ഹുവല്ലദി അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി. ഹുവല്ലദി അർസല റസൂലഹു എന്ന് പറഞ്ഞാൽ ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അയച്ചു. പക്ഷെ ജോലി ബാക്കിയുണ്ട് ഇനിയും. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി എന്നത് അതിൻ്റെ അടിസ്ഥാന വശങ്ങൾ കഴിഞ്ഞു. എന്നാൽ അതിൻ്റെ ഭാവിയിൽ അതിൻ്റെ ജോലി ഇനിയും വരാനുണ്ട്. അത് ചെയ്ത് തീർക്കാനുള്ള ബാധ്യത എപ്പോഴാണ്, ആരെയിലാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് മുഫസ്സിർമാർ ഒന്നടങ്കം വിളിച്ച് പറഞ്ഞതാണ് ഹീന ഖുറൂജി ഈസാ ഇബ്നു മറിയം, അതല്ലെങ്കിൽ ദാക ഇൻദ ഖുറൂജുൽ മഹ്ദി എന്നൊക്കെയാണ് പറയുന്നത്. ഈസാ ഇബ്നു മറിയം വരുമ്പോൾ അല്ലെങ്കിൽ മഹദി വരുമ്പോൾ ആയിരിക്കും അത് പൂർത്തിയാവുകയാണ്. ആ ഈസാ ഇബ്നു മറിയമ്മയെ കുറിച്ചും ആ മഹദിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വബഅസ ഫീ ആഖരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം റസൂല എന്ന്. അത് വ്യക്തമായി മനസ്സിലാക്കിയാൽ മതി. നമ്മളിതൊക്കെ പല റിവാത്തുകൾ കേൾക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ കൂട്ടി യോജിപ്പിക്കുമ്പോൾ അത് നമ്മൾ തയ്യാറാവുന്നില്ല. അപ്പോൾ ഒക്കെ ഓരോരോ കഷ്ണങ്ങളായി അവിടെ ഇവിടെയും കിടക്കുമ്പോൾ ഒന്നും വികൃതമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഈ പ്രവചനങ്ങളൊക്കെ തന്നെ പസിൽ പോലെയാണ്. അത് വെക്കേണ്ട സ്ഥാനത്ത് വെക്കുകയാണെങ്കിൽ പൂർണ്ണരൂപം നമ്മുടെ മുമ്പിൽ വരും. അപ്പോൾ കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വരുന്ന മസീഹാണെന്നും പറയുന്നുണ്ട്, മഹദിയാണെന്നും പറയുന്നുണ്ട്. ഇബ്നു മാജന്റെ ഹദീസ് വെച്ച് അതിന് തീരുമാനം കൽപ്പിക്കാം, ലൽ മഹദി ഇല്ല ഈസ, മഹദി ഈസ ഒന്ന് തന്നെയാണെന്ന്. അപ്പോൾ ഫാരസി വംശത്തിൽ നിന്ന് വരുന്ന ഒരാൾ ആയിരിക്കും റസൂൽ തിരുമേനിയുടെ ദില്ലായിക്കൊണ്ട് ഇതേ ജോലി തന്നെ മറ്റൊരു സമയത്ത് ജനങ്ങൾക്കിടയിൽ ചെയ്യുന്നത്, ഇസ്ലാമിനെ ലോകത്തും എത്തിക്കാനുള്ള ഒരാളായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് മറ്റൊരു എഴുന്നേൽപ്പിനെ കുറിച്ച് ഇവിടെ പറഞ്ഞത്. അല്ല റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ റിസാലത്തിനെ കുറിച്ചല്ല പറയുന്നത്. അങ്ങനെയുള്ളൊരു പ്രശ്നം കൂടെ ഉണ്ട്. ആ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, റിസാലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉമ്മീങ്ങളിൽ റിസാലത്തുണ്ട്. അപ്പോൾ ബാക്കിയുള്ളടത്ത് ഉമ്മീങ്ങളല്ലാത്ത എല്ലാവരും എന്ന് പറയണം. വൽ ആഖരീൻ എന്ന് പറയണം. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇവിടെ നക്കീറയാണ് ആഖരീന്. അപ്പോൾ ഒരു കൂട്ടരിൽ മാത്രം ഇങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽപ്പിക്കുന്നത്, ആ ചോദിച്ച കാര്യം മനസ്സിലാവും. വ ആഖരീന എന്നാൽ ഒരു കൂട്ടർ മാത്രമാണ്. ഏതുപോലെ സൂറ മുസ്സമ്മിൽ നമ്മൾ ഓതുമ്പോൾ അതിൽ അറിയാം, അല്ലാഹ് പറയുന്നു അലിമ അൻ സയകൂനു മിൻകും മർദാ. ഒരു കൂട്ടരെ കുറിച്ചാണ് പറഞ്ഞത്, രോഗികൾ.
വആഖറൂന യദ്രിബൂന ഫിൽ അർദി യബ്തഗൂന മിൻ ഫദ്ലില്ലാഹ്. മറ്റൊരു കൂട്ടർ വആഖറൂന. പിന്നെ വേറെ കൂട്ടരെ കുറിച്ച് പറയാണ് വആഖറൂന യുഖാതിലൂന ഫീ സബീലില്ലാഹ്. അപ്പോൾ ആഖറൂൻ എന്ന് പറഞ്ഞാൽ ഓരോരോ കൂട്ടരാണ്, അല്ലാതെ എല്ലാവരും അല്ല. അപ്പോൾ ഒരു പ്രത്യേകം കൂട്ടരെ മാത്രം എടുത്തു പറയുകയും അതഫിന്റെ വാവ് കൊടുക്കുകയും ചെയ്യുമ്പോൾ വഹുവ ബഅസ ഫീഹിം, അവരിൽ നിന്നും അള്ളാഹു എഴുന്നേൽപ്പിക്കുന്നു റസൂലിനെ എന്ന് മനസ്സിലാക്കിയേ തീരൂ ഭാഷാടിസ്ഥാനത്തിൽ. പിന്നെ മറ്റുള്ള ആയത്തുകളുടെ പിന്തുണയോടുകൂടി നമുക്കത് ഈ ഉമ്മത്തിൽ വരാനിരിക്കുന്ന ഇമാം മഹദിയെ കുറിച്ചാണ് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്.